APJ അബ്ദുൽ കലാം ട്രെയിൻ ട്രാവൽ ചെയ്ത് 2024 വന്നാലോ? ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ വർഷം തമിഴിൽ റിലീസായ ഒരു സൈഫൈ ഫാൻറ്റസി ഡ്രാമയാണ് റോക്കറ്റ് ഡ്രൈവർ. കുറേ ന്യൂകമേഴ്സ് കൂടി ചെയ്ത ഒരു സിനിമയാണിത്. വെറും 1.5 മണിക്കൂർ ഈ സിനിമേൻ്റെ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ പടം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഈ സിനിമ ചെറിയൊരു ബഡ്ജറ്റിൽ എടുത്തതാണെന്ന് നമുക്ക് എവിടെയും തോന്നത്തില്ല. കാരണം അത്രയും ക്വാളിറ്റിയിലാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഈവൻ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, VFX എല്ലാം ടോപ്പ് നോച്ച്. അബ്ദുൽ കലാമിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ആളാണെങ്കിലും നായകനാണെങ്കിലും എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് അവർ പെർഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ശാസ്ത്രി എന്ന് പേരുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നൊരു അപ്പൂപ്പൻ, പുള്ളിയുടെ പെർഫോമൻസൊക്കെ അടിപൊളി. നമുക്ക് ഒരേ സമയം ഇമോഷണലും ആവും, ഒരേ സമയം നമ്മൾ കോമഡി ആയിട്ട് ചിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഡയറക്ടറുടെ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പുള്ളിയുടെ ഒരു ഫാനായി മാറി. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക് ഓവറോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഒരു ഡിഫറെൻറ്റ് പടം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടുപോകുക. ആഹാ തമിഴിലും പ്രൈം വീഡിയോയിലും ഈ പടം അവൈലബിൾ ആണ്.